DreamBakes Delights നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ബ്രെഡ് ആണ്. ഈ സെയിം ഡോ വെച്ച് എങ്ങനെയാണ് ഒരു സമൂൺ അല്ലെങ്കിൽ ഒരു ബർഗർ ബണ്ണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മിൽക്ക് ബ്രെഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമായത് 800 ഗ്രാം മൈദ. 800 ഗ്രാം എന്ന് പറഞ്ഞാൽ 6 കപ്പ്. ഇത് 2 കപ്പ് മിൽക്കാണ്. നല്ല തിക്ക് മിൽക്ക് ആയതുകൊണ്ട് 1 കപ്പ് മിൽക്കും 1 കപ്പ് വാട്ടറും കൂടി എടുത്തു. ഇത് കൂടുതൽ മിൽക്കി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 2 കപ്പ് ഫുൾ മിൽക്ക് തന്നെ എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 60 ഗ്രാം, അതായത് 4 ടേബിൾ സ്പൂൺ നോർമൽ ഷുഗർ. പിന്നെ ഇത് 60 ഗ്രാം വെജിറ്റബിൾ ഓയിലാണ്. 60 ഗ്രാം എന്ന് പറയുമ്പോൾ 5 ടേബിൾ സ്പൂൺ ആണിത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ ഒഴികെ. പിന്നെ വേണ്ടത് ഈസ്റ്റ് നമുക്കൊരു 3 ടീസ്പൂൺ ആണ് വേണ്ടത്. ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഈസ്റ്റ്, ഞാൻ ഈ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. അത് 3 ടീസ്പൂൺ എടുക്കണം. ഇതിനോട് ചേർന്ന് ഈ 60 ഗ്രാം ഷുഗർ. ഇനി 1.5 ടീസ്പൂൺ ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ മിൽക്കും ഓയിലും ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് ബേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീഡിങ് ആണ്. നന്നായിട്ട് നമ്മൾ നീഡ് ചെയ്യണം. നിങ്ങൾക്ക് സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്ത് ഒരു 5-8 മിനിറ്റ് സ്റ്റാൻഡ് മിക്സറിൽ മിക്സ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. പക്ഷേങ്കിൽ അത് കുറച്ച് 10 മിനിറ്റ് കണ്ടിന്യൂസ് ചെയ്ത് നല്ല ഒരു സോഫ്റ്റ് ഡോ ആക്കിയാലേ നമുക്ക് ആ ബ്രെഡ് നല്ല ഒരു സോഫ്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ നീഡിങ് ടെക്നിക്ക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ശരിക്കും നീഡ് ചെയ്യാനായിട്ട് ഈ കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുന്നു. ഇതിപ്പോൾ ഒത്തിരി സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണ്. പക്ഷെ നമ്മളിത് നന്നായിട്ട് നീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടും സ്റ്റിക്കി അല്ലാത്ത നല്ല ഒരു ഡോ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നീഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ ഈ റൈറ്റ് ഹാൻഡിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യുക, എന്നിട്ട് റോൾ ചെയ്യുക, ടേൺ ചെയ്യുക. ചിലർ ഇങ്ങനെ റോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ റോൾ ചെയ്താൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രമേ സോഫ്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ ഈ ഡോ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഇതിൽ ഡബിൾ ആകുന്നത് വരെ നമ്മളിതിനെ പൊങ്ങാനായിട്ട് വെക്കണം. ഇവിടെ ഇപ്പം അത്രയും ചൂടുള്ള സമയമല്ല, അതുകൊണ്ട് ഞാനിതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഞാനിത് ബാൽക്കണിയിൽ വെച്ചു. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ഡബിൾ സൈസോളം ആയിട്ടുണ്ട്. എടുക്കുക. ഇതാണ് എൻ്റെ ലോഫ്റ്റ് പാന്. ഇതുപോലെ ഇതേ ഷേപ്പിലുള്ള ഏത് പാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വലിയ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് തൂക്കി കൊടുക്കുക. നമ്മുടെ പാനിൻ്റെ സൈസ് അനുസരിച്ച് അതിനൊന്ന് ലൈൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. പാനിൻ്റെ സൈസിൽ എനിക്കൊരു ഇത്രയും ഡോ വേണം. ഏകദേശം ഒരു 500 ഗ്രാംസ് ഉണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാനതിനെ ഒന്ന് ചപ്പാത്തി ഇതിൻ്റെ റോളർ കൊണ്ട് റോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാനിൻ്റെ ആ ഒരു ലെങ്ത് അനുസരിച്ചാണ് ഞാനിതിനെ റോൾ ചെയ്യുന്നത്. ഈ ഒരു ലെങ്ത് അനുസരിച്ച്. ഇനി ഞാനതിനെ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്യുന്നു. ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്യുന്നു, അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്. ഇനി ഈ ഭാഗം നന്നായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് പിന്നെ തിരിച്ചിടുക. ഏകദേശം നമ്മുടെ ഒരു സൈസ് റെഡി ആയിട്ടുണ്ട്. കവറുള്ള പാൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കവർ ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ഒരു 20 മിനിറ്റോളം ഇനിയും ഇത് വെക്കേണ്ടതുണ്ട് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇനി ബാക്കിയുള്ള ഡോ കൊണ്ട് നമ്മൾ ബന്നും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ സമൂനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബണ്ണ് ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ഈക്വൽ ഗ്രാമിൽ മെഷർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ബേക്കിംഗ് ആയിരിക്കും ബണ്ണെല്ലാം. അല്ലെങ്കിൽ ചെറുതും വലുതും ഒക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ചെറുത് പെട്ടെന്ന് ബേൺ ആയി പോവും, വലുത് കുക്ക് ആവത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് എപ്പോഴും ബണ്ണെടുക്കുമ്പോൾ നമുക്ക് പറ്റുന്നത്രയും നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക ഗ്രാം എത്ര വേണമെന്ന്.
ഞാനിവിടെ ഒരു 60 ഗ്രാമിൻ്റെ ഓരോ ബണ്ണാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബാക്കിയുള്ള ഡോവിനെ നമ്മൾ ആ ക്ലീൻ ആക്കി വെച്ച് കവർ ചെയ്തെടുക്കുക. ഇനി ഇതിനെയെല്ലാം നമുക്ക് ബോളാക്കുന്നതിനായിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ക്ലീൻ സർഫസാണ് നമ്മുടെ ബണ്ണിന് വേണ്ടത്. എന്നിട്ട് നമ്മുടെ കൈയുടെ ഈ ഭാഗം വെച്ച് ഇങ്ങനെ ചെയ്താൽ അതങ്ങോട്ട് ചേർന്നിരിക്കും. കുറച്ച് നേരം ഒരു 20 മിനിറ്റ് നമ്മളിതിനെ ഒന്നുകൂടെ പൊങ്ങാനായിട്ട് വെക്കണം. ബാക്കിയുള്ള ഈ ഡോ വെച്ച് നമ്മൾ സമൂണിൽ നീളത്തിലുള്ള ഹോട്ട് ഡോഗ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 80 ഗ്രാമാണ് എടുക്കുന്നത് ഒരു സമൂൺ. നമുക്ക് സമൂനാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പുറമും ക്ലീൻ ആയിട്ട് കിട്ടാനായിട്ടാണ് ബണ്ണിൻ്റെ. എന്നിട്ട് ഈ ക്ലീൻ സൈഡ് താഴെ വരുന്ന പോലെ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു ക്ലിപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് 15 to 20 മിനിറ്റ്സ് വെക്കുക. ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും. നമ്മളിത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. 20 മിനിറ്റ്സ് ചൂടത്ത് വെച്ചേക്കായിരുന്നേ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് ഉണ്ടാവും. നിറഞ്ഞു ഡബിൾ സൈസ് കഴിഞ്ഞു. അപ്പോൾ ഇത് റെഡി ടു ബേക്ക് ആണ്. ഇപ്പോൾ അതുപോലെ ഈ ബണ്ണുകൾ കാണാമോ? അപ്പോൾ ഇത് ഇനി ബേക്ക് ചെയ്യാൻ നമ്മൾ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതിന് നല്ലൊരു ഗ്ലേസിങ്, നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു പേസ്ട്രി ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി മുട്ട യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ ബട്ടറോ ഗീയോ എന്തെങ്കിലും ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതുപോലെ ഒരു പേസ്ട്രി ബ്രഷ് എടുത്ത് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ബേക്കിംഗ് ടൈം ഇതിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിനൊക്കെ ഒരു 15 to 20 മിനിറ്റ്സ് മതി ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ അതിൻ്റെ മുകളിൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. അതുപോലെ ഈ ബ്രെഡ് ലോഫ് ആണെങ്കിൽ ഒരു മിനിമം അരമണിക്കൂർ 30 മിനിറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്കിതിനെ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ബ്രെഡ് ഓവനിലാണ് ചെയ്യുന്നത്. ഈ ഓവൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു കടായി വെച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം വെക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയ റിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം വെക്കുക. ഇതൊന്ന് ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുക ഒരു 5-8 മിനിറ്റേക്ക്. ഒന്ന് പ്രീ ഹീറ്റ് ആയതിനു ശേഷം എനിക്കൊരു ചെറിയ പാത്രം ഇതിനകത്ത് കൊള്ളുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒരു ബണ്ണ് സാമ്പിളിന് ചെയ്തേക്കുന്നതാണ്. എന്നിട്ട് അത് ഈ പാത്രം ഇവിടെ വെക്കുന്നു. ഈ പാത്രം നമ്മൾ ഈ കടായി ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവരുത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മൂടി നല്ലൊരു അടപ്പോട് മൂടി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് 10-12 മിനിറ്റ് നമ്മുടെ തീ നല്ല മീഡിയത്തിലായിരിക്കണം. അങ്ങനെ വെച്ചാൽ നമുക്ക് ബണ്ണ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു 12 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് നോക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ബട്ടർ തേച്ച് ഒരു ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുന്നു. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല സോഫ്റ്റാണ് ബണ്ണ്. ഇതിപ്പോൾ ഞാൻ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തതാണിത്. അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ നമുക്കറിയാം ഇത് കുക്ക്ഡ് ആയിട്ടുണ്ടെന്ന്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സൗണ്ട് കിട്ടണം.
അപ്പോൾ ഇത് റെഡിയാണ്. ഇനി വേഗം തന്നെ ഇനി ഞാൻ പാൻ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാണ്. നല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നല്ലൊരു ബ്രെഡ്, നല്ല സോഫ്റ്റാണ്. മേക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ക്വാളിറ്റിയുള്ള നല്ല ഈസ്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കുറച്ച് നാൾ വാങ്ങിച്ചു വെച്ച് പഴയതായ ഈസ്റ്റ് ആണെങ്കിൽ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. രണ്ടാമത്, നമ്മൾ യൂസ് ചെയ്യുന്ന മിൽക്കും വെള്ളവും തണുത്തതാകരുത്. ഒരു ചെറിയ ചൂട് വേണം, എന്നാലേ അത് നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് ഇതുപോലെ വരുള്ളൂ. അതുപോലെ നീഡിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് നീഡ് ചെയ്യണം. അതുപോലെ നമ്മളിത് ഡബിൾ സൈസ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയും വേണം. തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ കുറേ നേരം വെച്ചാൽ ചിലപ്പോൾ പൊളിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ചൂടുള്ള ഒരു സ്ഥലത്ത് ഗ്യാസിൻ്റെയൊക്കെ അടുത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി ഇത് മൈദ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 50-50, അത് പകുതി നമ്മൾ എടുത്ത മെഷർമെന്റിൽ ഇതിന്റെ പകുതി, എത്ര മെഷർമെന്റ് ആണോ നിങ്ങൾ എടുക്കുന്നത് അതിന്റെ പകുതി ആട്ട മൈദ അങ്ങനെ വെച്ച് ചൂസ് ചെയ്യാം. പിന്നെ ഹെൽത്ത് മിക്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോഴൊന്നും പറയപ്പെടുന്ന വലിയ വ്യത്യാസം ഇതിനകത്ത് ഉണ്ടാവത്തില്ല. പിന്നെ ഫുൾ വീറ്റ് കൊണ്ട് ചെയ്യാം, പക്ഷെ ചെയ്താൽ കുറച്ചുകൂടെ ഒരു ഇച്ചിരി ഹാർഡായിട്ട്, നമുക്ക് വീറ്റ് ബ്രെഡ് അറിയാമല്ലോ, അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. എനിവേ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതൊക്കെ ഫ്ലോർ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ട ഒരു മിക്സ്. ഞാൻ ചിലപ്പോൾ ഹെൽത്ത് മിക്സ് യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ റാഗി കുറച്ച് ആഡ് ചെയ്യും. അതൊക്കെ ഒത്തിരി ആഡ് ചെയ്തില്ല, ഒരു 50 ഗ്രാം ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ പലപ്പോഴും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഓട്സ് വെണ്ണയിൽ ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി ഇതിന്റെ ബേസ് ഇതാണ്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്റ്റാൻഡ് മിക്സറോ ഹാൻഡ് മിക്സറോ ഉള്ളവർക്ക് ഈസിയാണ്. പിന്നെ വീട്ടിൽ ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ ഒരു പണി കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ല ഒരു ഐറ്റമാണ് ഇത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഫ്രഷ് ഹോം മെയ്ഡ് ബ്രെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.